അർജുനേട്ടാ, അർജുനേട്ടാ. എന്താനോ ഉറങ്ങാൻ സമ്മതിക്കില്ല. ആരാണത്? അമ്മേ, എന്താണ് അർജുന രാവിലെ തന്നെ? സജിനെ ഒന്ന് എണീറ്റ് നോക്കടാ. ഈ ചെക്കനെ കൊണ്ട് എന്താ അവിടെ? എടാ, നമ്മൾ ഇന്നലെ സീരിയലൊന്നല്ലല്ലോ കിടന്നുറങ്ങി. എങ്ങനെയുണ്ട്? രസമുണ്ടോ? പിന്നെ അടിപൊളി. എനിക്കറിയാം, എന്റെ അർജുനേട്ടന് ഇഷ്ടപ്പെട്ടാ പിന്നെ എനിക്ക് കുഴപ്പമില്ല. പോട്ടെ, ഉറങ്ങിക്കേട്ടോ. എന്താടാ അത്? ആർക്കറിയാം. ഓ, രാവിലെ തന്നെ നല്ല പേടിയാ പേടിച്ചേ. നല്ല കണിയാ, എന്താവോ എന്തോ. അപ്പൊ നല്ല കണിയായിരിക്കുമല്ലോ അല്ലേ? എന്റെ പൊന്നു മോളെ പറയല്ലേ. ആ ചേച്ചി ഇങ്ങനെ തന്നെയാണോ അതോ ഇങ്ങനെ അഭിനയിക്കാണോ? ഇവനെ കാണുമ്പോൾ മാത്രമേ അവർക്ക് ആ അസുഖമുള്ളൂ. നല്ല ഭക്ഷണം കഴിക്കൂലേ? മോട്ട് പറയുന്നേട്ട്. എനിക്കൊന്നും അറിയില്ല. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ ചേച്ചീനെ? കുഴപ്പമില്ലല്ലോ. ഇവളെന്താണ് ഇങ്ങനെ? ചേച്ചി ആയാലും വലിയ ആൾക്കാരെ കണ്ടിട്ടാവും വരുന്നുണ്ടാവാ. ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യ. അർജുനേട്ടാ. ഓ വന്ന്. എന്താ? ചായ എടുക്കട്ടെ? നിനക്കിത് കണ്ടിട്ട് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? അയ്യോ, ചായ കുടിച്ചോ? പറയണ്ടേ. ഒന്നും കഴിച്ചില്ലല്ലോ. വാ കഴിക്കാം. ഞാനും കഴിച്ചില്ല. അർജുനേട്ടന്റെ കൂടെ കഴിക്കാൻ വിചാരിച്ചിട്ടാ. ഞാൻ കഴിച്ചു. എന്താ? ഞാൻ മിണ്ടൂലാട്ടോ. ഓ, അത്രയും സന്തോഷം. എനിക്ക് അർജുനേട്ടനോട് കുറെ സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? പണ്ടത്തെ നമ്മളെ കുറെ കാര്യങ്ങൾ. നിങ്ങൾ എല്ലാരും വരണട്ടോ. ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം അർജുനേട്ടന്റെ പഴയ കാര്യങ്ങളൊക്കെ. ശരി ചേച്ചി. അയ്യോ, നീ എന്തിനാ എന്നെ ചേച്ചിന്ന് വിളിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ എന്നെ ചേച്ചിന്നൊന്നും വിളിക്കണ്ട. എനിക്ക് പ്രായം ഉണ്ടെങ്കിലും കണ്ടാ തോന്നൂലല്ലോ. ശരണ്യ, നീ കുറിച്ചല്ലേ? ഞാൻ വരാം. ഞാൻ വരാന്നോ? ഇവനെ ഞാൻ. ശരി, വരണേ. പറ്റിക്കരുത് കേട്ടോ. വരാം. ചേട്ടൻ പെട്ട് ചേട്ടാ. അല്ല, മൂട്ടു ഇവിടെ. ആ, അവൻ ഈ ചേച്ചിനെ പേടിച്ചിട്ട് കിച്ചുവിന്റെ വീട്ടിലേക്ക് പോയി. ബെസ്റ്റ്. ചേടാ, ബോറടിക്കുന്നു. ഈ മൂട്ട് പതിന് കിച്ചുവിന്റെ വീട്ടിൽ പോയേ. അനന്യ ചേച്ചിന്റെ റൂമിൽ പോയാലോ? ചേച്ചിനോട് എന്തെങ്കിലും കഥയും പറഞ്ഞിരിക്കാം. ഇതിപ്പോ ആരാ? ഹലോ ഹലോ, ആരാ? ഹലോ, ആരാ? ഞാനാ മിഥുൻ. ആര്? ആരാ? മിഥുൻ. എന്നെ മറന്നുപോയോ നിനക്ക്? മീരല്ലേ? ആണ്. നീ എന്താ വിളിച്ചേ? ഞാൻ വെറുതെ വിളിച്ചതാ. വെറുതെ? വെറുതെ അല്ല, എനിക്ക് കുറച്ച് നോട്ട്സ് അയച്ചു തരുമോ? ബെസ്റ്റ് ആളോടാ നോട്ട് വയ്ക്കുന്നേ. ഏത് നോട്ടാ? ഹലോ, കട്ടായോ? ആ, പറഞ്ഞോ. ഏത് നോട്ടാ വേണ്ടേ? മാത്സിന്റെ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത നോട്ടൊന്ന് അയച്ചു തരുമോ? മാത്സ് എന്റെ അടുത്തില്ലല്ലോ. ആണോ? അയ്യോ, എന്റെ അടുത്ത് വേറെ ആരും നമ്പറും ഇല്ല നമ്മളെ ക്ലാസ്സിലെ. ഞാൻ ഒപ്പിച്ചു തരാം. ആ, എന്നാ വലിയ ഉപകാരമായിരുന്നു. ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ? ആ, ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്. എന്റെ ഈശ്വരാ, എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? ചിന്നുനോട് അങ്ങനെ ചോദിച്ചു നോക്കാം. എനിക്ക് മാത്സിന് നോട്ട് പോലും ഇല്ല. അവളൊരു അർജുനായിട്ട്. എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യത്തിലാണല്ലോ. ഓയ് ഹിറ്റ്ലറെ. എന്താ? എന്താ മുത്തേ നിനക്ക് ഇത്ര ദേഷ്യം? അർജുനാടങ്ങിന്നേ. നിന്റെ പൊന്നോ, കടിക്കോ? ആ, ചെലപ്പോ കടിക്കും. നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്, നീ കേക്കുന്നില്ലേ? അയ്യോ, അമ്മ എന്തിനാ വിളിച്ചേ? ഞാൻ കേട്ടില്ല. കൊഴപ്പില്ല, താഴേക്ക് ചെല്ല്. ഇത് വർക്കൗട്ട് ആവോ ചേച്ചി? വർക്കൗട്ട് ആവാതെ എവിടെ പോവാൻ? ഡൗട്ട് എന്തേ അടിക്കോ? ഇനിയിപ്പോ എത്രയാന്ന് വെച്ചാ സർപ്രൈസ് ആയി കൊണ്ടെടുക്ക. ഡെക്കറേഷൻ ഒക്കെ വരുമ്പോ അവരറിയില്ലേ? ഇത് ശരിയാവുന്നില്ലല്ലോ. എന്തിപ്പോ ചെയ്യാ? അർജുനെ കൊണ്ട് കാണിച്ചു നോക്കാം, അവനറിയണ്ടാവല്ലോ. ഇവിടെ ഉണ്ടല്ലോ അർജുനേട്ടാ. എന്താ? ബാ, നമുക്ക് പുറത്തോട്ട് പോവാ. ഞാനില്ല. പ്ലീസ് വാനേ, വാ. ഞാനല്ലേ വിളിക്കുന്നേ? വരാ. എന്നാ വാ. അല്ല ചേച്ചി, ഞങ്ങൾ എന്തിനെ പിടിച്ചിരിക്കേ? കഥ പറയാ. എന്ത് കഥ? നമ്മളെ കഥ. ഞാൻ അർജുനേട്ടന്റെ കൊറേ കഥ പറഞ്ഞുതരാം. നീ പെട്ടടാ. എന്തായാലും ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ നിങ്ങൾ എല്ലാരും അറിഞ്ഞിരിക്കണ്ടേ? ചേട്ടനീ ചേച്ചിനെയാണോ കല്യാണം കഴിക്കാൻ പോണേ? ഇവനെ ഇവളാണോ കെട്ടാൻ പോകുന്നേ? എന്റെ ഈശ്വര, ഞാൻ എന്ത് ചെയ്തിട്ടാണാവോ? പണ്ടില്ലേ അർജുനേട്ടൻ എപ്പോഴും എന്റെ വീട്ടിൽ വരുമായിരുന്നു. എന്തിനേ? എന്നെ കാണാൻ. ആണോടാ? ആർക്ക്
ആർക്കറിയാം മോനെ, എനിക്ക് ഓർമ്മ പോലും ഇല്ല. എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ കളിക്കാൻ പോകും. അന്നൊരു ദിവസം എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചെക്കനില്ലേ, അവൻ എന്നെ വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞേ. ആ ചെക്കനെ അർജുനേട്ടൻ വെറുതെ വിട്ടില്ല. അർജുനേട്ടൻ അവനെ അടിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി അർജുനേട്ടൻ എന്നെ ഇഷ്ടാണ്. ഇപ്പൊ വരെ ഞങ്ങൾ ഈ ഒരു ഇഷ്ടം പോയിട്ടേ ഇല്ല. അല്ലേ അർജുനേട്ടാ? സത്യം പറഞ്ഞ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അർജുനേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നേന്ന്. എനിക്ക് ഐ ലവ് യു അർജുനേട്ടാ. ഐ ലവ് യു സോ മച്ച്. എടാ ശ്വാസം മുട്ടുന്നടാ. ചേച്ചി എവിടെ പോയി? അർജുനേട്ടാ, ഞാനിപ്പോ ചത്തുപോയി. എന്റെ പൊന്നു ശരണ്യെ ഒന്ന് വിട്, മതി സ്നേഹിച്ചത്. എനിക്ക് അർജുനേട്ടനെ എത്ര സ്നേഹിച്ചാലും മതിയാവില്ല. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് സ്നേഹിക്കാലോ. എടാ അർജുനെ, എന്താ നീ തീർന്നടാ? ഞാൻ വല്ല കിണറ്റിലെടുത്ത് ചാടിയാലോ? ഇതിലും നല്ലതാ അതാ. ഇനി ശരിക്കും അവൻ അവളേക്കോ കല്യാണം കഴിക്കാൻ പോന്നേ? എന്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ? ഒരാളെ സ്നേഹിക്കാൻ പറ്റൂല, അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ അവനും പോവും. പക്ഷെ അവനവളെ ഇഷ്ടാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളിലെ അർജുനേട്ടന് കഴിഞ്ഞ കാര്യമൊക്കെ നിന്നെ എപ്പോ വിളിച്ചറിയുന്നേ? അവളൊരു ഐ ലവ് യു. എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. എനിക്കിതൊന്നും ഇഷ്ടല്ല. ഇവരെന്തൊന്നും മനസ്സിലാവാത്തെ? മനസ്സിലാക്കി കൊടുക്കും ഞാൻ. ഉണ്ടൂല, കാണിച്ചു തരാനും ആരാണ്. ഓ, ഈ ഫോട്ടോ കണ്ടതിന് ശേഷം മനുഷ്യനൊന്നും വൃത്തിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. ഹേ ബ്രോ, ഓ വന്നോ? പിന്നെ അല്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് ഈ പ്രശ്നം ഉണ്ടാവലുണ്ട്. നിന്നെ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കണം. നീ എന്തൊക്കെയാടാ ചെക്കാ പറയുന്നേ? അല്ല, ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോണ്ട് ചോദിച്ചതാ. എന്താണ് മാൻ, ഭയങ്കര ടെൻഷനിലാണല്ലോ. ചെറിയ ടെൻഷനില്ല. എന്താ സംഭവം? അതുകൊണ്ട് നീ ഫ്രഷ് ആയി വാ. ഓക്കെ. എന്റെ അമ്മോ, ഇനിയിപ്പോ ഇതിനെ സഹിക്കണല്ലോ. അല്ല മീരേ, ആ ശരണ്യ എവിടെ പോയി? ആർക്കറിയാം ചേട്ടാ, കൊറേ നേരമായിട്ട് കാണാനില്ല. എന്റെ മോനെ പറയണ്ട. എന്തോ ഓവർ ചെയ്യുന്നറിയോ? ഇതെന്താണ്, ഞാനില്ലാതൊരു ഫുട്ബോൾ കളിയോ? ശരി. ഓയ് ഹിറ്റ്ലറേ, ഇവക്കിതെന്തു പറ്റി? അവരെ അങ്ങനെയൊക്കെ ചെയ്യോ? കേട്ടാ അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ ചെയ്യലുണ്ട്. എന്ത് ദുഷ്ടന്മാരാ. ഇവിടെ മോക്ക് ഇഷ്ടപ്പെട്ടോ? ഓ, സത്യം പറഞ്ഞാ അവിടുത്തെ ഓപ്പോസിറ്റ് എവിടെ. നമുക്ക് ഇവിടെ എങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂലേ. അല്ലമ്മേ, അച്ഛൻ എപ്പോഴാ വരിക? അത് പറയാൻ പറ്റൂല. അല്ല, അർജുന്റെ കല്യാണം എന്നൊക്കെ പറയുന്ന കേട്ട് സത്യാണോ? അത് സത്യാണ്. ആരാ പെണ്ണ്? അയ്യടി, ഞാൻ പറയില്ല. ആരാ അമ്മ പ്ലീസ്? അത് പറഞ്ഞ അതിന്റെ സസ്പെൻസ് പോയില്ലേ. സർപ്രൈസ് ആയിരിക്കട്ടെ, അതാണ് രസം. ചേടാ, എന്നോടെങ്കിലും ഇത് പറ. ഞാൻ പറയൂല. എന്നാ ശരി, ഇതൊന്നും പറയണ്ട. ശരണ്യാണോന്നെങ്കിലും ഒന്ന് പറ. അങ്ങനെ പറഞ്ഞ സസ്പെൻസ് പോയില്ലേ. അപ്പൊ അവളെന്നെയാലേ? ആ, എനിക്കറിയില്ല. അമ്മേ, ആ, ഇതാര്? കല്യാണിച്ചക്കനാ? എന്താ അമ്മേ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? അനിയോ, കുറച്ച് വെള്ളം എടുത്തു കൊടുക്കുക. അയ്യോ, അമ്മ മോട്ടർ ഇട്ടുന്നില്ലേ? ഞാനത് പോയി ഓഫ് ചെയ്യാം. ആ, എന്നാ അത് ഓഫ് ചെയ്, ഞാൻ എടുത്തു കൊടുക്കാം. ആ, ഇവളെന്താ എന്നെ വല്ലാതെ ഒഴിവാക്കുന്നേ? എന്തോ സംഭവം ഉണ്ടല്ലോ, കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. എന്നാടാ വെള്ളം. ഒന്ന് മിണ്ടല്ലേ മോട്ട്, ഒന്ന് കാണട്ടെ. ഡാ സജിനെ. യെസ് ബ്രോ, വാട്ട് ഹാപ്പൻഡ്? ഓ, അവന്റെ ഒരു ഇംഗ്ലീഷ്. ആ വണ്ടീന്റെ കോലം എന്താടാ? എന്തേ അതൊന്ന് കഴുകിയിട്ടൂടാ നിനക്ക്? നാളെ കഴുകിടാ വെച്ചതാ. എന്തേ? ആ, ഇനി നാളെ കേൾക്കണ്ട, ഞാൻ കഴുകി. താങ്ക് യു. ഓ, ആയിക്കോട്ടെ. ഓ, പണിയെടുത്ത് നടു ഒടിഞ്ഞ്. അനു, എനിക്ക് മറ്റേ ഫയലൊന്ന് അയച്ചിടണേ. പിന്നെ നമ്മൾ ഇന്നലെ ചെയ്ത വർക്കില്ലേ, അതും കൂടി. നീ ആരോടാ ഈ പറയുന്നേ? അവളോട്. അവളത് കേട്ടിട്ട് പോലുമില്ല. ആണോ അനു? ഹലോ, ആ പറയടാ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കാര്യമായിട്ട് എന്തോ പറ്റിയുണ്ടടാ. അവൾ എന്നോട് മിണ്ടുന്നില്ല. എനിക്കെങ്ങനെ അറിയാം എന്താ പ്രശ്നം? നീ അവളോട് ചോദിച്ചോക്ക്. അതിനെവിടെങ്കിലും നിക്കണ്ടേ? റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാ, കുറച്ച് കഷ്ടപ്പാടാണ്. ഞാനിനി എന്ത് ചെയ്യോ എന്തോ. അല്ല ചേച്ചി, അപ്പൊ ശരണ്യ ചേച്ചി എല്ലാം ഉറപ്പാ? അതെനിക്കറിയില്ലടാ. അമ്മേന്റെ വർത്താനത്തിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആരാന്നറിയേ?
ആഹാ ഇവിടെ ഉണ്ടോ? നിന്നെ കൊണ്ട് മിണ്ടിക്കാൻ പറ്റുമോന്നേ ഞാനൊന്ന് നോക്കട്ടെ. എന്താണ് മീര ഒരു ചർച്ച? എന്ത് ചർച്ച ചേട്ടാ? പ്രത്യേകിച്ച് ചർച്ചയൊന്നുമില്ല. ഈ കമ്പീന്റെ എങ്ങോട്ട് കാലിട്ടിരിക്കാൻ പറ്റുമോ? വീണുണ്ടോ ചേട്ടാ? ഓ നമ്മളൊക്കെ വീണ അവിടെ ആർക്കും എന്താണ് മീരേ? മീര ചിലവരോട് പറഞ്ഞേക്ക് താഴെ വീണ കാലിട്ട് ഞാൻ നോക്കാൻ ആരും ഉണ്ടാവില്ല. എന്നെ കാലിടിഞ്ഞിട്ടാരും നോക്കണ്ടെന്നും കൂടി പറഞ്ഞേക്ക് മീരേ. മീര അല്ലെങ്കിലും നോക്കൂലെന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിലും ചിലവർക്കൊക്കെ ഇവിടെ നോക്കാൻ വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ എന്തീ പറയുന്നേ? ഞാൻ പോവാ. ചേടാ ഇവളൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്ത് പറ്റി ചേട്ടാ? ഒന്നുമില്ല. ഇവിടെ ഇപ്പൊ എന്താ നടന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇങ്ങനെ തന്നെ പോട്ടെ. എന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ലല്ലോ. അനു നീ എത്ര വേണമെങ്കിലും വിളിച്ചോ, ഞാൻ നോക്കൂല മോനെ. അനു കളി തുടങ്ങാൻ സമയമായി. ഹലോ, ആടാ പറ. അപ്പൊ നീ മിണ്ടൂലെന്ന് ഉറപ്പിച്ചതാ അല്ലേ? എന്നാ ഞാനും മിണ്ടൂല. പോയോ? എന്തായാലും പണി വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറച്ചു നേരം കൂടി ഇങ്ങനെ പോട്ടെ. ഓ പോയില്ലേ? മൈൻഡ് ആക്കണ്ട. അനു ഇവൻ എന്തേ കളിക്കുന്നേ? നീ അങ്ങനെ പോണ്ട. ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. അപ്പൊ നീ എന്നെ താഴേക്ക് പോവാൻ സമ്മതിക്കില്ല. ശരി, ഞാൻ റൂമിലിരുന്നോളാം. അങ്ങനെ ഇപ്പൊ ഞാൻ മിണ്ടുന്നു വിചാരിക്കണ്ട കേട്ടോ. ഇനി എന്തെയും? നിന്നോടല്ലേ പോണ്ട പറഞ്ഞേ. അർജുന എവിടെ? കളിക്കില്ലേ? കളിക്കും. നീ കൊറേ നേരമായിട്ട് കളിക്കല്ലേ. നീ ഞാൻ കളിച്ച് കാണിച്ചു തരാം. ഇവൻ എന്തിനുള്ള പുറപ്പാടാ? വിടെ വിടൂല. നീ മലയാളത്തിലാണോ പറഞ്ഞത്? നിന്റെ പ്രശ്നം എന്താ? അതന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളേ. നിന്റെ പ്രശ്നം എന്താ? മാറി നിക്കവിടുന്ന്. ഇനി നീ പോകുന്ന എനിക്കൊന്ന് കാണണല്ലോ. അർജുനെ നീ കളിക്കരുത്. മാറിക്ക്. നിക്കൂല. നിന്റെ പ്രശ്നം എന്താന്ന് നീ ആദ്യം പറ. ഓ, ഒന്നും അറിയാത്തൊരു മഹാൻ. അറിയില്ല, അതുകൊണ്ട് തന്നെ ചോദിച്ചേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം. അല്ലാണ്ട് ഇങ്ങനെ മിണ്ടാണ് നടക്കലല്ല. പറ എന്താന്ന് വെച്ചാ. സൗകര്യമില്ല പറയാൻ. മാറിക്കവിടുന്ന്. സൗകര്യമില്ല? ഇല്ല. സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം. ഡാടാ നിർത്തിക്കേ. ഇത്ര സൗകര്യം മതിയോ? നീ വായ തോർത്ത് പറയുന്നോ അതോ കാട്ടുമാക്കാൻ? അത് നിന്റെ മറ്റവൻ. സത്യാണല്ലോ. എന്റെ പൊന്നനു ഒന്ന് കാര്യം പറയോ നീ? കാര്യം എന്താന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല? ഇല്ലാത്തോണ്ടല്ലേ ചോദിക്കുന്നത്. നന്നായി പോയി മനസ്സിലായില്ലെങ്കിൽ. ഇത്ര ബുദ്ധി പോലും ഇല്ല. എനിക്ക് ബുദ്ധി ഇയാളെ വെച്ച് നോക്കുമ്പോ കുറച്ച് കുറവാ. ഒന്ന് പറഞ്ഞു തരുമോ? കാര്യം എന്താ നിന്റെ ശരണ്യനോട് പോയി ചോദിക്ക്. പോച്ചല്ലേ? അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? അതെന്നെയാ പ്രശ്നം. എന്തേ? എടി അതിന് നിന്നോട് മിണ്ടാണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ എന്ത് ചെയ്ത്? നീ തന്നെയല്ലേ ചെയ്യുന്നേ. എന്ത് ചെയ്തിക്കാ? നിനക്കെന്ത് വായില്ല അവളോട് പറയാൻ? എന്തു പറയാൻ? ഇനി അതും ഞാൻ പറഞ്ഞുതരണോ? നീ കമ്മിറ്റഡ് ആണെന്ന് അവളെ മുഖത്ത് നോക്കി പറയാൻ എന്താ നിന്നെ കൊണ്ടാവാത്തെ? ഓഹോ, അപ്പൊ ഞാനത് പറയണം? വേണ്ട, പറയണ്ട. അവളെ കഥയും കേട്ട് അവളെ കല്യാണം കഴിച്ച് ജീവിച്ചോ. മാറിക്കോടുന്നു. ഞാൻ പോട്ടെ. അങ്ങനെ പോവല്ലേ. നിനക്കിപ്പോ എന്താ വേണ്ടേ? നമ്മൾ തമ്മിൽ റിലേഷനിലാണ്. നമ്മളോട് ഞാൻ പറയണം. അത്രല്ലേ ഉള്ളൂ. അതല്ലേ നിനക്ക് വേണ്ടത്? ഞാൻ പോവാ. മാറിക്ക്. നീ എന്തും ചെയ്. എന്നാ ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം. നീ എന്റെ കൂടെ വാ. വാടി മുത്തേ. ഞാനൊന്നുമില്ല. നീ നിനക്ക് സമയം കിട്ടുമ്പോ എപ്പോഴാന്ന് വെച്ചാ പറഞ്ഞോ. ഇപ്പൊ പറയണ്ട. വേണ്ട. എന്നാ ശരി, പറയുന്നില്ല. പക്ഷെ നീ എന്നോട് മിണ്ടാണ്ട് നടക്കരുത്. നടക്കൂ. ഞാൻ മിണ്ടാണ്ടായ നിനക്കെന്താ? നീ മിണ്ടാണ്ടായ എനിക്ക് സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. കണ്ടതൊന്നും ഭയങ്കര സ്നേഹാണ്. കോരങ്ങേ. നീ എന്നെ എന്ത് വേണേ വിളിച്ചോ, പക്ഷെ മിണ്ടാതെ നിൽക്കരുത്. നീ മിണ്ടാണ്ടായ സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടാ. കേട്ടല്ലോ? നീ എന്നോട് മിണ്ടാതിരിക്കോ? ഇല്ല. ഉറപ്പാണല്ലോ? ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചാൽ മിണ്ടാതിരിക്കും. ഇങ്ങനത്തെ പരിപാടി കാണിച്ചാൽ മിണ്ടാതെ ഇരുന്നോ? പക്ഷെ പറഞ്ഞിട്ടൊക്കെ വേണേ. പിന്നെ ആ കല്യാണത്തിന്റെ കാര്യം അല്ലേ വേണ്ട, പിന്നെ പറയാം. എന്ത് കാര്യം? പറഞ്ഞിട്ട് പോയാ മതി. പിന്നെ പറയാട്ടോ. അർജുനെ എന്താ മുത്തേ? മര്യാദയ്ക്ക് പറയുന്നുണ്ടോ? പിന്നെ പറയാം. എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാട്ടോ. നാളെ രാവിലെ നേരത്തെ എണീക്കണേ. കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാണ്ട്. എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ്. പിന്നെ ഐ ലവ് യു. പോടാ കൊരങ്ങ. എന്തായിരിക്കും ആ കാര്യം? ഇനി പെണ്ണാരാന്നങ്ങനെ കണ്ടുപിടിച്ചോ? എന്റെ ഈശ്വരാ, ആരാണാവോ?